ഹോം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്റർ ഓഫീസോടും പറഞ്ഞിട്ട് പിന്നെ അവിടെ മന്ത്രി സുരേഷ് ഗോപി കോർഡിനേറ്റ് ചെയ്ത് എല്ലാം നേവി കോസ്റ്റ് ഗാർഡ് അന്ന് മുതൽ അവരുടെ ഓപ്പറേഷൻ തുടങ്ങിയതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതുവരെ കാണുന്നത് 3 പേര് ഇത് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് സത്യം. ആ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ പറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അഭ്യർത്ഥന കിട്ടിയിട്ടുണ്ട്. ഞാനിത് നേവിയിൽ സംസാരിക്കാം, ഡിഫൻസ് മിനിസ്റ്റർ സംസാരിക്കാം. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഞാനിപ്പോ വിവാദം ഉണ്ടാക്കാനല്ല പറയുന്നത്. ഇത് ദുഃഖകരമായ ഒരു സ്ഥിതിയിൽ നമ്മൾ വിവാദം ഉണ്ടാക്കാൻ താല്പര്യമില്ല. എന്നാലും ഈ മുസ്ലിം ലീഗിന് മന്ത്രി എന്തുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല, സന്ദർശിച്ചിട്ടില്ല? 3 പേരല്ലേ. പിന്നെ തിരുവനന്തപുരത്തും ഒരു ആളെ കാണാത്ത സമയത്ത് എന്തുകൊണ്ട് ആ മന്ത്രി വരുന്നില്ല? ഇത് ചോദിക്കേണ്ട ചോദ്യമാണ്. അവര് വാശി പിടിച്ച് ഈ ഫിഷറീസ് വകുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഉത്തരവാദിത്വം കാണിച്ചു കൊടുക്കാനുള്ള സമയത്ത് അവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ചോദിക്കേണ്ടതാണ്. പക്ഷെ നമ്മളുടെ ഭാഗത്തുനിന്ന് BJPയും സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യും. 100% ചെയ്യും. പൂർണ്ണമായിട്ട് ഞങ്ങൾ ചെയ്യും. അതിൻ്റെ അപ്പുറം ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ ചെയ്യും. പക്ഷെ ചില ചോദ്യങ്ങൾ ചോദിക്കണം. അത് നിങ്ങളാണ് ചോദിക്കേണ്ടത്, ഞാനല്ല ചോദിക്കേണ്ടത്. നോക്കൂ, അതൊന്നും ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ് മാധ്യമങ്ങൾ. നിങ്ങൾ പറയണം, നിങ്ങളത് പരിശോധിക്കണം. ഒരു മന്ത്രി ഒരു മാറ്റം എല്ലാം കൊണ്ടുവരുമെന്ന് പറഞ്ഞൊരു സർക്കാർ വോട്ട് നേടി വരുമ്പോൾ മന്ത്രിസ്ഥാനത്തിൽ ഇരിക്കുന്ന മന്ത്രിമാര് എന്ത് ചെയ്യണമെന്ന് ഞാനാണ് പറയേണ്ടത്? അവര് വന്ന് കാണണ്ടേ, സന്ദർശിക്കണ്ടേ? ഇത് എന്താണ് രാഷ്ട്രീയം? ഇത് നിങ്ങളാണ് ചോദിക്കേണ്ടത്. പക്ഷെ അത് ചെയ്യാണ്ട് വന്ദേ മാതരം, വീർ സവർക്കറിന്റെ അത് പിടിച്ച് നടക്കുന്ന ഒരു മുസ്ലിം ലീഗിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ മന്ത്രിയാണ്. ഇപ്പോൾ മന്ത്രി സ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കണം. ഈ 100% 365 ദിവസം രാഷ്ട്രീയം ചെയ്യുന്നതല്ല ഒരു മന്ത്രിന്റെ ഉത്തരവാദിത്വം. ജനങ്ങളെ സേവിക്കുക, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ജനങ്ങൾക്ക് വേദനയും ക്ഷേമമുള്ള സമയത്ത് അവർ വന്ന് കാണുക. ഇത് മന്ത്രി ചെയ്യേണ്ട കാര്യമാണ്. അത് ഞാനാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഈ കസറത്തെല്ലാം നടന്ന് ഫിഷറീസ് വകുപ്പ് വേണം എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് ഒരു ആദ്യത്തെ പ്രശ്നം വരുമ്പോ ആരും കാണുന്നില്ലല്ലോ മന്ത്രിനെ. അത് എന്തുകൊണ്ട്? അപ്പോ എന്റെ ഒരു അഭ്യർത്ഥന, ഇത് നിങ്ങളാണ് ചോദിക്കേണ്ടത്, ഞങ്ങളല്ല. ഇതിന് ഞങ്ങൾ പൊളിറ്റിസൈസ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. പക്ഷെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കണം. കേരളത്തിന്റെ രക്ഷാസൈന്യമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ എന്നാണ് സാധാരണ പറയാറുള്ളത്. പക്ഷെ അവരോടുള്ള ഒരു അവഗണന മാത്രമല്ല, 10 കൊല്ലമായി കോസ്റ്റൽ പോലീസിൽ വന്ന ഒരു നിഗ്ലക്റ്റും അവിടെ ഒരു അനാസ്ഥയും ഇതെല്ലാം പരിശോധിക്കേണ്ട ഇഷ്യൂസ് ആണ്. എന്തുകൊണ്ട് കോസ്റ്റൽ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ഉത്തരവാദിത്വം? ഇവരെ സംരക്ഷിക്കാനല്ലേ. കോസ്റ്റൽ പോലീസ് എന്തിനാ? CM-ന്റെ വണ്ടിയിൽ പിന്നിൽ ഓടാനാണോ? ഇല്ലല്ലോ. മന്ത്രിന്റെ കസേരന് പിന്നെ നിൽക്കാനാണോ? ഇല്ലല്ലോ. കോസ്റ്റൽ പോലീസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മളെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി, നമ്മളെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ. അത് ചെയ്തോ? ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം. വിവാദങ്ങൾ മാത്രമല്ല, ഈ ഓരോരോ സ്ട്രക്ചറൽ പ്രോബ്ലം, നമ്മുടെ സംസ്ഥാനത്തിലുള്ള ഓരോരോ സ്ട്രക്ചറൽ പ്രോബ്ലംസ് പഠിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇത് വളരെ 7ാം ദിവസം ആ സ്റ്റേഷന് മുന്നിൽ ചെന്നിരുന്ന് സമരം ചെയ്യേണ്ടി വന്നു. ആ ഒരു അവസ്ഥ എങ്ങനെയാണ് കേരളത്തിലെ? അല്ല, ഞാനെന്തത് നിങ്ങൾക്കറിയാലോ. ഇതാണോ ജനാധിപത്യത്തിലെ ഒരു സാധാരണ കുടുംബത്തിന്റെ അവകാശങ്ങൾ? ഇങ്ങനെ പോയിട്ട് സമരം ചെയ്തിട്ടാണോ അവരെ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിക്കേണ്ടത്? ഇതൊരു ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ടത് ഉത്തരവാദിത്വം സർക്കാരിന്റെ അല്ലേ? അപ്പോ ഇത് വളരെ ഇമോഷണൽ ഇഷ്യൂ ആണത്. ഇത് ശരിയല്ല. നമ്മളുടെ ഡെമോക്രസിയിൽ വലിയൊരു വീഴ്ചയാണ് ഞാൻ കാണുന്നത്. നേവിയുടെ തെരച്ചിൽ തുടരുമെന്ന്. അല്ല, അത് തുടരും. അത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി അവിടെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഡിഫൻസ് മിനിസ്റ്ററും ഹോം മിനിസ്റ്ററിനൊപ്പം അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് കമ്മിറ്റ്മെന്റ് കൊണ്ട് അദ്ദേഹം അവിടുന്ന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു വീഴ്ച ഉണ്ടാവില്ല.